जीवन का वृक्ष से फल खाने से आदम और ईव को परमेश्वर ने एदन वाटिका में से निकाल दिया था। इस जीवन का वृक्ष का मतलब क्या है? इस जीवन का वृक्ष का अधिकारी कौन होगा? अनंत काल की जीवन में मिलने वाला इस जीवन का वृक्ष के फल खाने के लिए उसके लायकात क्या है, इसके बारे में आइए हम सुनेंगे पास्टर जी के द्वारा। इस एपिसोड में ध्यान से सुनिएगा। ജീവവൃക്ഷം, जीवन का वृक्ष നിത്യജീവൻ അവകാശമായി പ്രാപിച്ചവർക്ക് ലഭ്യമാകുന്ന അവകാശമാണ് ജീവവൃക്ഷ ഫലം. अनंत काल की जीवन की भागीदारी बना हुआ लोगों को जो मिलने वाला फल है जीवन का वृक्ष का फल। ജീവജലം എന്നത് മറ്റൊരു വിഷയം കിടപ്പുണ്ട്. जीवन का जल करके और एक विषय है। ജീവന്റെ പുസ്തകത്തിൽ പേർ ചേർക്കുക എന്നത് വേറൊരു വിഷയമാണ്. जीवन की पुस्तक में नाम लिखा जाना और दो एक विषय है। ദൈവം ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിക്കുന്നു. परमेश्वर आदम और हव्वा को सृष्टि करता है। അവരെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഈ മനോഹരമായ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഏദൻ തോട്ടം ഉണ്ടാക്കി. उसका सृष्टि करने से पहले परमेश्वर ने इस धरती पर एक अनुग्रहित वाटिका बनाया था। എല്ലാവിധമായ ഫലവൃക്ഷങ്ങളും അതിനകത്തുണ്ടായിരുന്നു. सारे प्रकार की फल वृक्ष वहां उसमें था। അതിൽ ജീവവൃക്ഷവും ഉണ്ടായിരുന്നു. उसके अंदर जीवन का वृक्ष भी था। നന്മ തിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷഫലം വേറെയും ഉണ്ടായിരുന്നു. भलाई और बुराई को जानने वाला वृक्ष भी वहां पर था। വിലക്കപ്പെട്ട ഖനി എന്ന് പറയുന്നത് നന്മ തിന്മകളെ കുറിച്ച് ഉള്ള വൃക്ഷമാണ്. जो रोका हुआ फल के बारे में लिखा गया है वही है भलाई और बुराई के बारे में जो जानकारी पाने वाला वृक्ष का फल। ദൈവം ഭൂമിയിൽ ആദാമിനും ഹവ്വയ്ക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഏദനിൽ परमेश्वर ने जो आदम और हव्वा के लिए बनाया हुआ इस धरती पर എല്ലാവിധമായ ഫലവൃക്ഷങ്ങളും അതാത് സമയത്ത് പുറപ്പെടുവിക്കുന്ന ഫലങ്ങളും ഉണ്ടായിരുന്നു. सारे प्रकार के वृक्ष और समय समय पर फल देने वाला वृक्ष वहां पर था। മാത്രമല്ല ആ ഏദൻ തോട്ടം നനപ്പാനായി പ്രത്യേകമായ ഒരു നദിയെ അവിടുന്ന് ദൈവം സൃഷ്ടിച്ചാക്കി. इसके ऊपर जो इस वाटिका को सींचने के लिए एक नदी को उसके अंदर से परमेश्वर ने निकाला था। അത് പല ശാഖകളായി ഏദൻ തോട്ടം മുഴുവനും നനച്ചു. वो कई शाखाओं से बनकर इस पूरा एदन वाटिका को सींचते थे। നന്മ തിന്മകളെ കുറിച്ച് തിരിച്ചറിയുന്ന വൃക്ഷഫലം മാത്രം തിന്നരുതെന്ന് പറഞ്ഞു. भलाई और बुराई का जानकारी देने वाला वृक्ष का फल सिर्फ तुम नहीं खाना है करके एक उनको आज्ञा भी दिया। ദൈവത്തിന്റെ വാഗ്ദത്തം, ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചതോടുകൂടെ അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. परमेश्वर की आज्ञा का उल्लंघन करने के कारण आदम को और हव्वा को इस वाटिका से बाहर निकाला गया। ആദാമും ഹവ്വയും ഏദൻ തോട്ടത്തിലെ ജീവവൃക്ഷ ഫലം പറിച്ച് തിന്നുവാൻ ഇടയായിട്ടുണ്ട്. आदम और हव्वा जो जीवन का वृक्ष का फल खाया था, ഇനിയും അവർ പറിച്ച് തിന്നാതിരിക്കുവാൻ വേണ്ടിയാണ് ആ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നത്. फिर से उसको नहीं खाना है इसीलिए एदन वाटिका से उनको निकाल दिया। ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ അവർക്ക് നിത്യമായി ദൈവത്തോടുള്ള വാസമായിട്ടാണ് അവരെ കണ്ടിരുന്നത്. आदम और हव्वा का सृष्टि करने के समय में जो अनंत काल के लिए परमेश्वर उनको साथ रहने के लिए उनको बनाया था। അവരുടെ തേജസ്സും അവർക്ക് ദൈവം നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെടുകയാണ്. परमेश्वर ने दिया हुआ तेज और उनकी सारे अधिकार और सारे आशीष उनके जीवन में से नष्ट हो गया। ഉൽപ്പത്തി പുസ്തകം ആദ്യ അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവർക്ക് സന്തതികൾ ഉണ്ടാകുന്നു. उत्पत्ति के पुस्तक पहले अध्याय से लेकर हम पढ़ेगा तो उनका संतान होता है। പാപത്തിൽ അകപ്പെട്ടതിന് ശേഷം ആദാമിന്റെ പ്രായം 930 വയസ്സാണ്. पाप में फंसने के बाद उसका जो आयु 930 वर्ष था। അതിനുശേഷം ആദ്യത്തെ 10 തലമുറകൾ ഏകദേശം 1000 വർഷത്തോളം ജീവിച്ചവരാണ്. उसके बाद 10 पीढ़ी तक 1000 तक साल जीने वाला था। അതിന് വേദശാസ്ത്രികളുടെ അഭിപ്രായം, उसमें वेद शास्त्रियों का ये मत है, ജീവവൃക്ഷ ഫലം അവർ പറിച്ചു ഭക്ഷിച്ചു, അതുകൊണ്ടാണ് ആദ്യത്തെ 10 തലമുറ
1000 വർഷത്തോളം ജീവിച്ചിരുന്നത്. जीव वृक्ष का फल वो लोग खाने के कारण 10 पीढ़ी तक 1000 साल तक वो लोग जीवित रहा. അതിനുശേഷം അവിടെ ആയുസ്സിന്റെ നാളുകളെ കുറയ്ക്കുവാൻ തുടങ്ങി. उसके बाद उसका आयु कम होते रहा. അബ്രഹാം 75-ാമത്തെ വയസ്സിൽ വയസ്സെന്ന് വൃദ്ധനായിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. अब्राहम 75 साल में बूढ़ा हो गया करके उसके बारे में लिखा गया है. ദൈവം കരുണയാൽ അബ്രഹാമിന് ആയുസ് ദീർഘിപ്പിച്ചു കൊടുത്തു. परमेश्वर की कृपा के कारण परमेश्वर उनको आयु बढ़ा के दिया. അത് ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങളുടെ സംവത്സരം 70 ഏറെയായാൽ 80 എന്നാണ് ബൈബിളിലെ മധ്യഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. बाइबल का मध्य भाग में हमारा जो आयु 70 नहीं तो 80 साल का है करके लिखा है. അങ്ങനെ മനുഷ്യന്റെ ആയുസ് കുറഞ്ഞു ഇന്ന് 4 വിരൽ നീളമായിരിക്കുകയാണ്. मनुष्य का आयु कम होते होते 4 अंगुली का समान हो गया है. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം മുതൽ നോക്കാം. प्रकाशित वाक्य उसका 22 अध्याय की पहले कलाम से लेकर हम देखेगा तो വീതിയുടെ നടുവിൽ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളങ്ക് പോലെ ശുഭ്രവുമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. फिर उसने मुझे बिल्लौर की सी झलकती हुई जीवन के जल की नदी दिखाई. ഇവിടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം എന്ന ഒരു കാര്യം അവിടെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. परमेश्वर और मेमने का सिंहासन के बारे में वहां पर लिखा गया है. വീണ്ടും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളങ്ക് പോലെ ശുഭ്രമായ ജീവജല നദി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. परमेश्वर का और मेमने से सिंहासन से निकलने वाला एक नदी के बारे में लिखा गया है. ജീവജല നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. इस नदी के इस पार और उस पार जीवन का वृक्ष है. അത് 12 വീതം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. 12 महीने में 12 तरह की फल वो निकालता है. അപ്പോൾ മനോഹരമായ വൃക്ഷഫലങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതാണ് ഈ നിത്യതയിലേക്ക് പ്രവേശിച്ച സമയത്ത് കാണുന്നത്. सुंदर वृक्ष का फल से भरा हुआ एक अवस्था इस नगर में प्रवेश करते समय हमें मिलता है. ഭൂമിയിലെ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആരംഭം മുതൽ इस धरती पर मनुष्य का सृष्टि से शुरुआत से लेकर രാജാക്കന്മാരുടെ വാഴ്ചയിൽ राजाओं का शासन काल में അവിടെ രാജകൊട്ടാരത്തിന് ചുറ്റും അതിമനോഹരമായിട്ടുള്ള പൂന്തോട്ടങ്ങൾ നിർമ്മിക്കാറുണ്ട്. राजाओं का महल के चारों ओर बहुत सुंदर बगीचा और वाटिका बनाते थे. അവിടെ എല്ലാവിധമായ ഫലവൃക്ഷങ്ങളും അവർ നട്ടുണ്ടാക്കും. वहां पर सब प्रकार की फल वृक्ष वो लोग लगाते थे. അത് നനയ്ക്കുവാൻ വേണ്ടിയുള്ളതായ ചെറിയ ചെറിയ തോടുകൾ കുളങ്ങളൊക്കെ കുഴിപ്പിക്കാറുണ്ട്. उसको सींचने के लिए कुआं बनाते नहीं तो तालाब बनाकर उसको सींचते थे. ഉദാഹരണമായി സഭാപ്രസംഗി 2-ാം അധ്യായം उसके लिए हम सबोपदेश उसका 2रा अध्याय അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ उसका 4था कलाम में हम पढ़ता है. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് ചെയ്ത കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ज्ञानियों का ज्ञानी सुलेमान राजा ने किया हुआ बात वहां पर लिखा है. ഞാൻ മഹാപ്രവൃത്തികളെ ചെയ്തു, എനിക്ക് അരമനകളെ പണിതു, മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി, ഞാൻ തോട്ടങ്ങളെയും ഉദ്യാനങ്ങളെയും ഉണ്ടാക്കി, അവയിൽ സകലവിധ ഫലവൃക്ഷങ്ങളെയും നട്ടു, വൃക്ഷം വെച്ചു പിടിപ്പിച്ചിരുന്ന തോപ്പ് നനപ്പാൻ കുളങ്ങളും കുഴിപ്പിച്ചു, ഞാൻ ദാസന്മാരെയും ദാസിമാരെയും വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞ് അതിന്റെ വിശദീകരണോട് പറഞ്ഞിരിക്കുക. मैंने बड़े बड़े काम किए, मैंने अपने लिए घर बना लिए और अपने लिए दाग की बारियां लगवाई, मैंने अपने लिए बारियां और बाग लगवाए लिए और उनमें भांति भांति के फलदायी वृक्ष लगाए, मैंने अपने लिए कुंड खुदवा लिए और उनसे वो सींचा जाए जिनमें पौछे लगाए जाते थे, और अपना दासी दासियां मोल कर मैंने उनसे काम करवाते थे करके वहां पर लिखा गया है. ഭൂമിയുടെ സൃഷ്ടിപ്പിന്റെ ആരംഭം മുതൽ തന്നെ എല്ലാവിധമായ ഫലവൃക്ഷങ്ങളുടെയും നിറവായിട്ടാണ് ദൈവം ഭൂമിയെ സമൃദ്ധിയാക്കിയത്. इस धरती का सृष्टि के शुरुआत से लेकर सारे प्रकार की फलदायक वृक्ष यहाँ पर लगाते थे, ऐसा ही हम पढ़ते हैं. അത് കഴിക്കുന്നത് ആരോഗ്യത്തിന് അത്യുത്തമമാണ്. जो हालेलुया खाने का जो हमारा तंदुरुस्ती के लिए अच्छा है. എന്നാൽ ഇന്ന് എത്ര വിശാലമായ ഭൂപ്രദേശമുണ്ടെങ്കിലും പലരും കൃഷി ചെയ്യുന്നില്ല.
लेकिन कितना भी बड़ा जमीन उसके पास हो, लेकिन कोई भी खेती करने के लिए तैयार नहीं होता है। ഉപയോഗശൂന്യമായ പുല്ലുകൾ കരിഞ്ഞുണങ്ങി നിൽക്കുന്ന പ്രതലമായിട്ടാണ് ഭൂമിയെ കാണുന്നത്. बेकार और सुनसान पड़े हुए मरुस्थल के समान जमीन को हम देखते हैं। എന്നാൽ ഇസ്രായേൽ ഇന്ന് ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. लेकिन इसराइल का लोग इसके विपरीत में कार्य करते हैं। മരുഭൂമിയും പാറകളുമായിരുന്ന ആ വിജന സ്ഥലം मरुस्थल और चट्टान से भरा हुआ वो स्थल വിലയ്ക്ക് വാങ്ങി അതിൽ ഏറ്റവും സമർത്ഥമായ വിളവ് നൽകുന്ന കൃഷികൾ ചെയ്യുക. उसने खरीद कर उसमें सबसे अच्छा उपज देने वाला फलदायक वृक्ष वहां पर लगाया है। പേര് പറയുവാൻ നമുക്കറിയാത്ത അനേക വെജിറ്റബിളിന്റെയും ഫ്രൂട്ട്സ് ഐറ്റത്തിന്റെയും കൃഷികൾ അവിടെ നടക്കുന്നു. नाम नहीं बता सकते, ऐसा कई सारे साग भाजियां और फलदायक वृक्ष वहां पर है। അത് പല രാജ്യങ്ങളിലേക്കും അവർ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുക. बहुत से देशों में वे लोग उसको बेचते थे। അങ്ങനെ മേൽത്തരമായ ഫലങ്ങളെ കൊണ്ട് അവിടെ ഇസ്രായേൽ ദേശം നിറച്ചിരിക്കുക. ऐसा अच्छा अच्छा फलदायक वृक्षों से इसराइल का देश भरा हुआ है। ഭൂമിയിൽ ദൈവം മനുഷ്യർ കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം കൂടെയാണത്. इस धरती पर परमेश्वर ने दिया हुआ सबसे बहुमूल्य आशीष भी है। എന്നാൽ ഈ ഭൂമിയിൽ എന്ത് കൃഷി ചെയ്താലും വൈറസിന്റെയും കീടങ്ങളെ ആക്രമണം കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. लेकिन इस धरती पर आज कुछ भी खेती करे तो वायरस और कीड़ा के कारण कुछ भी बनता नहीं है। അതുകൊണ്ടാണ് പലരും ചെറിയ ചെറിയ തുണ്ടുഭൂമിയിൽ പോലും ഒന്നും ചെയ്യാത്തത്. इसलिए छोटे छोटे जमीन में भी कुछ भी करने के लिए लोग तैयार नहीं होता है। എന്നാൽ ദൈവം അന്നും ഇന്നും ഒരുപോലെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. लेकिन परमेश्वर आज और उस दिन भी ये चाहते थे മനുഷ്യൻ മനോഹരമായി കൃഷി ചെയ്യണം. मनुष्य अच्छे रीति से खेती करना है, പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കണം, बगीचा बनाना है, മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കണം, दाख की बारियां बनाना है, എല്ലാവിധമായ ഫലവൃക്ഷങ്ങളെ തൈകൾ പിടിപ്പിക്കണം. सारे प्रकार की फलदायक वृक्ष लगाना है। അങ്ങനെ ദൈവത്തിന്റെ പാദപീഠമായ ഭൂമിയെ സമൃദ്ധിയാക്കി തീർക്കണം. ऐसा परमेश्वर का जो पादासन है इस धरती को फलदायक बनाना है। പക്ഷെ അതൊന്നും നടക്കുന്നില്ല. लेकिन वो कुछ भी नहीं होता है। എന്നാൽ ഒരു കാര്യം ഇവിടെ നിത്യതയിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, लेकिन एक बात परमेश्वर ने अनंतकाल के युग में बोला है, ജീവവൃക്ഷ ഫലം തിന്മാൻ നൽകുക. जीवन का वृक्ष का फल खाने के लिए देता है। അത് ജീവജല നദിയുടെ ഇക്കരെയും അക്കരെയും വൃക്ഷങ്ങളുണ്ട്. जीवन की जल की नदी के उस पार और उस पार दोनों तरफ वृक्ष लगाया है। 12 വിധ വൃക്ഷഫലങ്ങൾ എല്ലാ പ്രാവശ്യവും ഇവിടെ കിട്ടുന്നു. 12 तरह की वृक्ष का फल 12 महीने में वहां पर मिलता है। ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നത്, ജാതികളുടെ രോഗശാന്തിക്ക് ഈ ജീവവൃക്ഷത്തിന്റെ ഇല ഉതകും. एक बात और कहा गया है, जाति लोगों का चंगाई के लिए इस वृक्ष का पत्ते काम आएगा। ബുദ്ധിയും ജ്ഞാനവും വിവേകവും വർദ്ധിക്കുന്നു. बुद्धि और ज्ञान विवेक बढ़ता है। നിത്യജീവനിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ നിത്യജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. अनंत काल के लिए बुलाया हुआ लोग अनंत काल के जीवन में प्रवेश किया है। അവർക്ക് നഷ്ടപ്പെട്ടതായ ജീവവൃക്ഷ ഫലം ദൈവം തിന്നാൻ കൊടുക്കുന്നു. अब उनको जो नष्ट हो गया जीवन के वृक्ष के फल उनको खाने के लिए दे रहा है। ആകാശത്തെ തന്നെ കംപ്ലീറ്റ് ശുദ്ധീകരിച്ച് ദൈവം പുതുതാക്കുക. हालेलुया, आकाश को परमेश्वर ने नया बनाकर शुद्ध करके देता है। ഇവിടെ നല്ല ഓക്സിജൻ ലഭിക്കും. यहाँ पर अच्छा ऑक्सीजन मिलेगा। ശ്വസിക്കുന്ന വായുവിൽ കൂടെ പ്രാണവായുവിൽ കൂടെ വൈറസ് ആക്രമണം ഉണ്ടാകില്ല. हम जो श्वास लेते हैं उसके द्वारा कोई भी वायरस का आक्रमण नहीं होगा। ഒരു കാര്യം ഓർക്കുക, एक बात याद रखना, കുഞ്ഞാട് യേശുക്രിസ്തുവിന്റെ ജീവപുസ്തകത്തിൽ പേരുള്ളവർക്ക് മാത്രമേ ഈ ജീവവൃക്ഷ ഫലം തിന്നാൻ ലഭിക്കുകയുള്ളൂ. परमेश्वर का मेमना प्रभु यीशु मसीह का जीवन भी पुस्तक में जो नाम लिखा हुआ व्यक्तियों को ही वहां पर प्रवेश कर पाएगा। വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ प्रकाशित वाक्य 21 अध्याय की 4 कलाम में അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളയും. वो उनकी आंखों से सब आंसू पोंछ डालेंगे। ഇനി മരണം ഉണ്ടാകിയില്ല. इसके बाद मृत्यु ना रहेगी। ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകിയില്ല. और ना शोक ना विलाप ना पीड़ा रहेगी। അത് ഒന്നാമത്തേതാണ്, അത് കഴിഞ്ഞുപോയി. पहली बातें जाती रही। ഈ ഭൂമിയിലെ ജീവിതത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. इस धरती के जीवन के बारे में वहां पर कहा गया है। എന്നാൽ സിംഹാസനിരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു.
लेकिन जो सिंहासन पर बैठा था उसने कहा, देख मैं सब कुछ नया कर देता हूँ। എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യമാണ്. निकले ये वचन विश्वास योग्य और सत्य है। കരച്ചിലും കണ്ണുനീരും മരണവും ദുഃഖവും ഇല്ലാത്ത കാലം എന്ന് പറയുന്നത് നിത്യതയാണ്. रोना, पीड़ा, शोक करना, विलाप करना, हालेलुया, ऐसा कोई भी अवस्था नहीं होगा, वो अनंत काल की जीवन में है। എന്നേക്ക് രാജാക്കന്മാരും പുരോഹിതരുമായുമായി ദൈവ സന്നിധിയിലായിരിക്കും. हमेशा हमेशा के लिए हम राजा और याजक बनकर परमेश्वर की बस्ती में रहेगा। കഷ്ടതയും ക്ലേശവും വിലാപവും ദുഃഖവും എല്ലാം എന്നേക്കുമായി മാറിക്കഴിഞ്ഞു. कष्ट, क्लेश, मुसीबत, दुख, परेशानी, ये सब कुछ निकल गया हमेशा के लिए। ഹല്ലേലൂയ. ഇവിടെ മുതൽ നിത്യത ആരംഭിക്കുകയാണ്. यहाँ से अनंत काल की युग शुरू हो जाता है। ജീവപുസ്തകത്തിൽ പേരുള്ളവർക്ക് മാത്രമേ ഈ നിത്യജീവനിലേക്ക് പ്രവേശനമുള്ളൂ. जीवन की पुस्तक में जिसका नाम लिखा गया है उसी को ही वहां पर प्रवेश कर पाएगा। ദൈവത്തിന്റെ ഏറ്റവും വലിയ വാഗ്ദത്തങ്ങൾ ഒന്ന്, നമുക്ക് ഇതുവരെ ലഭ്യമല്ലാത്ത ജീവവൃക്ഷ ഫലം അന്ന് ഭക്ഷിപ്പാൻ ലഭിക്കും. परमेश्वर की वायदा में अभी तक जो नहीं हुआ है उस बात जीवन की अनंत काल की जीवन के फल हमें वहां पर खाने के लिए मिलता है। ജീവപുസ്തകത്തിൽ പേര് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ജീവപുസ്തകത്തിൽ പേര് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. अनंत जीवन की पुस्तक में जो नाम है करके विश्वास करने वाला, आपको शायद जीवन की पुस्तक में से जीवन का ये नाम मिटा डालने का अवसर होगा। ഓരോ ദിവസത്തെ ജീവിതത്തിലും ജീവിതം ക്രമപ്പെടേണ്ടത് ആവശ്യമാണ്. हमारा प्रतिदिन का जीवन को परमेश्वर के हितानुसार हमें ले चलना अनिवार्य है। യേശുവിലുള്ള വിശ്വാസത്താൽ ഒരിക്കലായി രേഖപ്പെടുത്തിയതായ ജീവപുസ്തകത്തിലെ പേര് മായ്ച്ചു കളയാൻ നിങ്ങൾ അനുവദിക്കരുത്. प्रभु यीशु मसीह के द्वारा लिखा गया हुआ जीवन की पुस्तक में से जो नाम वो कभी भी मिठा डाल दिया ना जाए, उसके लिए हमें प्रयत्न करना है। ഒന്നുകൂടെ പറയട്ടെ, और एक बार कहेगा तो ജീവപുസ്തകത്തിൽ പേരുള്ളവന് നിത്യജീവനുണ്ട് നിശ്ചയം. जीवन की पुस्तक में जिसका नाम है उसको अनंत काल की जीवन है। നിത്യജീവൻ പ്രാപിച്ചവൻ ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കും. अनंत काल की जीवन पुस्तक में जो नाम लिखा गया है, उधर प्रवेश हुआ है, वो अनंत जीवन का वृक्ष का फल खाएगा। പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും നമുക്ക് വലിയ കൂട്ടായ്മ ഉണ്ടായിരിക്കും. पिता, पुत्र और पवित्र आत्मा से हमारा संबंध रहेगा। സ്വർഗത്തിലെ ശക്തന്മാരായ ദൂതന്മാർ നമ്മുടെ സ്നേഹിതന്മാരായും സേവകന്മാരായും ഉണ്ടായിരിക്കും. स्वर्ग की जो प्रभावशाली दूत हमारा सेवक और हमारा मित्र बन जाएगा। ഈ ഭാഗ്യകരമായ അനുഭവം നഷ്ടപ്പെടുത്തരുത്. इस हालेलुया धन्य की अवस्था हमारे जीवन में कोई भी कारण से नष्ट नहीं होना है। യേശുവിൽ വിശ്വാസം നിങ്ങളുടെ നിത്യജീവന്റെ ബലമാണ്. प्रभु यीशु मसीह के ऊपर जो विश्वास है वो अनंत काल की जीवन का बल है। ദൈവം ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. परमेश्वर सबको आशीष करे। आमीन।